Hi students, today we are going to discuss about IDBI, Industrial Development Bank of India. In the last classes, we are discussed about the development financial institutions in India. Development financial institutionകളെ കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു ഇന്ത്യക്കകത്ത് ഓൾ ഇന്ത്യ ലെവലിലുള്ള ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുകളുണ്ട്, അതുപോലെ സ്റ്റേറ്റ് ലെവൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുകളുമുണ്ട്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഓൾ ഇന്ത്യ ഡെവലപ്മെൻ്റൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പെടുന്ന ഒന്നാണ് IDBI, ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഡെവലപ്മെൻ്റൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുകളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ IDBI, ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ആ വാക്കിൽ തന്നെയുണ്ട് ഇൻഡസ്ട്രിയൽ, വ്യവസായവുമായി ബന്ധപ്പെട്ടതാണ് ഏത് ഈ ഡെവലപ്മെൻ്റൽ ബാങ്ക്. ഏതാണ്? ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ടതാണ്. ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ്, വികസനം, അല്ലേ? ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ വ്യവസായ മേഖലയിലെ വികസനത്തിന് വേണ്ടിയിട്ട് രൂപീകരിച്ചിട്ടുള്ള ഒരു ധനകാര്യ സ്ഥാപനമാണ്, ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഏത്? ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, അല്ലെങ്കിൽ IDBI എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, നമുക്കതിനെക്കുറിച്ച് വിശദമായിട്ട് നോക്കാം. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇന്ത്യയിൽ വ്യവസായങ്ങൾക്ക് വേണ്ട സാമ്പത്തിക സാങ്കേതികമായിട്ടുള്ള സഹായങ്ങൾ നൽകുന്നതിന് വേണ്ടിയിട്ടാണ് IDBI ഫോം ചെയ്തിട്ടുള്ളത്. സാധാരണ കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്ക്, വാണിജ്യ ബാങ്കുകൾക്ക് നൽകാൻ കഴിയാത്ത പ്രത്യേകമായ സാമ്പത്തിക സാങ്കേതിക സഹായങ്ങൾ നൽകുന്നതിന് വേണ്ടിയിട്ട് IDBI സ്ഥാപിച്ചിട്ടുള്ളത്, ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിച്ചിട്ടുള്ളത് അതിന് വേണ്ടിയിട്ടാണ്. ഇന്ത്യക്കകത്തുള്ള വ്യവസായങ്ങൾക്ക് സാങ്കേതിക സാമ്പത്തിക സഹായങ്ങൾ നൽകുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. ഓക്കെ, അപ്പോൾ എന്താണ് നമുക്ക് നോക്കാം. IDBI, ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഇന്ത്യസ് ലീഡിംഗ് പബ്ലിക് സെക്ടർ ബാങ്ക്, ഇന്ത്യയിലെ മുന്നിട്ട് നിൽക്കുന്ന ഒരു പബ്ലിക് സെക്ടർ ബാങ്കാണ് ഏത്? IDBI എന്നറിയപ്പെടുന്നത്. അതുപോലെ തന്നെ 4th ലാർജസ്റ്റ് ബാങ്ക് ഇൻ ഇന്ത്യ, ഏറ്റവും വലിയ ബാങ്കുകളിൽ 4ാമത്തെ ബാങ്കാണ് ഏത്? IDBI എന്നറിയപ്പെടുന്നത്. അതുപോലെ അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്, ഇതൊരു അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്, RBIയുടെ കീഴിലുള്ള ഒരു അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ലോങ് ടേം ഇൻഡസ്ട്രിയൽ ഫിനാൻസിൽ, ദീർഘകാല വ്യാവസായിക വായ്പകൾ നൽകുന്ന അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്, ഏറ്റവും ഉയർന്ന ഒരു സ്ഥാപനമാണെന്ന് അറിയപ്പെടുന്നത് IDBI എന്നറിയപ്പെടുന്നത്. ഇറ്റ് വാസ് സെറ്റപ്പ് ഇൻ ജൂലൈ 1964, 1964 ജൂലൈ മാസത്തിലാണ് ഈ സ്ഥാപനം സെറ്റപ്പ് ചെയ്തിട്ടുള്ളത്, ഫോം ചെയ്തിട്ടുള്ളത്. ആസ് എ സബ്സിഡിയറി ഓഫ് RBIയുടെ സബ്സിഡിയറി ആയിട്ട്, ഉപവിഭാഗമായിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്? IDBI തുടക്കം കുറിച്ചത്. ഇൻ 1976, എന്നാൽ 1976 ഫെബ്രുവരി മാസത്തിൽ IDBI ഡീലിങ്ക്ഡ് ഫ്രം ദി RBI, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്നും RBI ഡീലിങ്ക് ചെയ്യപ്പെട്ടു, അതിൽ നിന്നും ഒഴിവാക്കപ്പെട്ടു, മാറ്റപ്പെട്ടു. RBIയുമായിട്ട് പിന്നീട് ഒരു ബന്ധവും എന്തിനില്ല? IDBIക്ക് ഇല്ല. എൻറ്റയർ ഷെയർ ക്യാപിറ്റൽ ട്രാൻസ്ഫർ ടു സെൻട്രൽ ഗവൺമെൻറ്, IDBIയുടെ മുഴുവൻ ക്യാപിറ്റലും മുഴുവൻ മൂലധനവും ആരിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു? സെൻട്രൽ ഗവൺമെൻറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അതോടുകൂടി സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഓണർഷിപ്പിലുള്ള ഒരു സ്ഥാപനമായിട്ട് എന്ത് മാറി? IDBI മാറി. Now the government share only 53%. ഇപ്പോൾ നിലവിൽ ഗവൺമെൻറ്റിൻ്റെ ഓഹരി വിഹിതം എന്ന് പറയുന്നത് എത്രയാണ്? 53%. Only 53% of the shares are held by the government of India. ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ കയ്യിലുള്ളത് 53%. അപ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞത്? IDBI എന്ന് പറയുന്നത് വ്യാവസായിക രംഗത്തെ വികസനത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ബാങ്കാണ്, വലിയ പബ്ലിക് സെക്ടർ ബാങ്കാണ്, 4ാം സ്ഥാനത്തുള്ള ബാങ്കാണ്. അതുപോലെ അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്, ദീർഘകാല വായ്പകൾ നൽകുന്ന അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. 1964 ജൂലൈയിലാണ് സെറ്റപ്പ് ചെയ്തിട്ടുള്ളത്. RBIയുടെ ഉപവിഭാഗമായിട്ടാണ് ആദ്യം കൊണ്ടുവന്നിട്ടുള്ളത്. 1976 എന്ത് ചെയ്തത്? RBIയിൽ നിന്നും IDBI വിട്ടുപിരിഞ്ഞത്. എന്നിട്ട് എന്ത് ചെയ്തു? മുഴുവൻ ഓഹരിയും ആരെ ഏറ്റെടുത്തു? സെൻട്രൽ ഗവൺമെൻറ് ഏറ്റെടുത്തു. അങ്ങനെ എന്ത് ചെയ്തു? ഇപ്പം നിലവിൽ 53% എന്ത് ചെയ്യുന്നത്?
ഗവൺമെൻറ്റിൻ്റെ വിഹിതം IDBI ബാങ്കിലുള്ളത്. ഇനി നമ്മൾ നോക്കാനുള്ളത് വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി IDBI ബാങ്ക്, ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒബ്ജക്റ്റീവ്സ്, ലക്ഷ്യങ്ങൾ, എന്തെല്ലാം ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത് വന്നിട്ടുള്ളത്. ഒന്ന്, ടു കോർഡിനേറ്റ് ദ ആക്ടിവിറ്റീസ് ഓഫ് ഓൾ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യയിലെ എല്ലാ ധനകാര്യ സ്ഥാപനങ്ങളുടെയും പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുക എന്നുള്ള ഉദ്ദേശമാണ് ഒന്നാമതുണ്ടായിരുന്നത്. രണ്ടാമത്, ടു പ്രൊവൈഡ് ടേം ഫിനാൻസ് ടു ഇൻഡസ്ട്രീസ്, വ്യാവസായിക സ്ഥാപനങ്ങൾക്ക് വായ്പകൾ നൽകുക എന്നുള്ളതായിരുന്നു ഇവിടെ രണ്ടാമത്തെ ലക്ഷ്യം. അതുപോലെ തന്നെ പ്രൊവൈഡ് ഡയറക്റ്റ് ഫിനാൻസ് അസിസ്റ്റൻസ് ടു ഇൻഡസ്ട്രിയൽ യൂണിറ്റ്, വ്യാവസായിക സ്ഥാപനങ്ങൾക്ക് നേരിട്ട് കൊണ്ട് വായ്പകൾ നൽകുന്ന ഒരു ലക്ഷ്യം കൂടി ഇവർക്കുണ്ട്. ഡയറക്റ്റ് ഫിനാൻസ്, പ്രത്യക്ഷമായ വായ്പകൾ നൽകുക എന്നുള്ള ലക്ഷ്യം കൂടി. പ്രൊവൈഡ് ടെക്നിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റൻസ്, സാങ്കേതിക അതുപോലെ ഭരണപരമായിട്ടുള്ള സേവനങ്ങൾ, സഹായങ്ങൾ നൽകുക എന്നുള്ളതും ഈ IDBIയുടെ ഒരു ലക്ഷ്യമായിരുന്നു. അതുപോലെ ടു അണ്ടർടേക്ക് മാർക്കറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് സർവേ, മാർക്കറ്റുമായി ബന്ധപ്പെട്ട ഗവേഷണങ്ങൾ, മാർക്കറ്റുമായി ബന്ധപ്പെട്ട സ്റ്റോക്ക് മാർക്കറ്റുമായി ബന്ധപ്പെട്ട നമ്മളുടെ ബിസിനസ് മാർക്കറ്റുമായി ബന്ധപ്പെട്ട സർവേകൾ കണ്ടക്ട് ചെയ്യുക, ഗവേഷണങ്ങൾ നടത്തുക. അതുപോലെ നിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ട, ഇൻവെസ്റ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട, നിക്ഷേപവുമായി ബന്ധപ്പെട്ട സർവേകൾ, ഗവേഷണങ്ങൾ നടത്തുക എന്നൊക്കെയാണ്. ആക്ട് ആസ് എ ലെൻഡർ ഓഫ് ലാസ്റ്റ് റിസോർട്ട് ഓഫ് പ്രൊജക്ട് ഫിനാൻസ്, പ്രൊജക്ട് ഫിനാൻസിങ്, പുതിയ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട്, പ്രൊജക്ട് ഫിനാൻസിന് വേണ്ടിയിട്ടുള്ള അവസാനത്തെ അത്താണി എന്നറിയപ്പെടുന്ന ആരാണ്? IDBI ആണ്. ലെൻഡർ ഓഫ് ലാസ്റ്റ് റിസോർട്ട് എന്നറിയപ്പെടുന്നത് ഇതാണ്. അടുത്തത് നമുക്ക് പറയുന്ന ഏതാണ് നോക്കാനുള്ളതാണ് ഫങ്ഷൻസ്. വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് IDBI, ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ധർമ്മങ്ങൾ എന്തെല്ലാമാണ്? മെയിൻലി ദ ഫങ്ഷൻസ് ഓഫ് IDBI mainly classified into two categories. പ്രധാനമായും 2 കാറ്റഗറിയിലാക്കിയിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്. ഒന്നാമത്തത് ഡയറക്റ്റ് ഫിനാൻസ് എന്നും രണ്ടാമത്തത് ഇൻഡയറക്റ്റ് ഫിനാൻസ് എന്നും. ഡയറക്റ്റ് ഫിനാൻസ് കൊടുക്കുന്നത് ലാർജ് ആൻഡ് മീഡിയം ഫേമുകൾക്കാണ്, ഇടത്തരം അതുപോലെ വലിയ സ്ഥാപനങ്ങൾക്കാണ് എന്ത് ചെയ്യുന്നത്? ഡയറക്റ്റ് ഫിനാൻസ് കൊടുക്കുന്നത്. അതുപോലെ ഇൻഡയറക്റ്റ് ഫിനാൻസ് കൊടുക്കുന്നു ടൈനി സ്മോൾ ഫേം, അതായത് ചെറിയ ചെറിയ സ്ഥാപനങ്ങൾക്ക്, സ്മോൾ സ്കെയിൽ ഫേംസിന് ഇൻഡയറക്റ്റ് ആയിട്ട് പരോക്ഷമായിട്ടുള്ള ഫിനാൻസും നൽകുന്നു. പരോക്ഷമായിട്ടുള്ള സാമ്പത്തിക സഹായം നൽകുന്നു. ആർക്ക്? പരോക്ഷമായ സാമ്പത്തിക സഹായം IDBI നൽകുന്നു. ആർക്ക്? ടൈനി സ്മോൾ ഫേംസിന്, ചെറിയ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിന് എന്ത് ചെയ്യുന്നു? ഇൻഡയറക്റ്റ് ഫിനാൻസ്, പരോക്ഷമായിട്ടുള്ള സാമ്പത്തിക സഹായങ്ങൾ നൽകുന്നു IDBI. പ്രത്യക്ഷമായിട്ടുള്ള സാമ്പത്തിക സഹായങ്ങൾ നൽകുന്ന ആർക്കാണ്? ലാർജ് ആൻഡ് മീഡിയം ഫേംസിനാണ്, അല്ലേ? ഇടത്തരം അല്ലെങ്കിൽ വലിയ സ്ഥാപനങ്ങൾക്കാണ് IDBI പ്രത്യക്ഷമായിട്ടുള്ള സാമ്പത്തിക സഹായങ്ങൾ നൽകുന്നത്. ഇനി എന്തൊക്കെയാണ് പ്രത്യക്ഷമായിട്ടുള്ള സഹായങ്ങൾ നൽകുന്നതെന്നാണ്. പ്രൊജക്റ്റ് ലോൺ, പുതിയ ബിസിനസ് ഓപ്പർച്യൂണിറ്റി, ബിസിനസ് ഐഡിയകൾക്ക് എന്ത് ചെയ്യുന്നു? ലോൺ കൊടുക്കുന്ന, പ്രൊജക്റ്റ് ലോൺ കൊടുക്കുന്നുണ്ട് വലിയ സ്ഥാപനങ്ങൾക്ക്. അതുപോലെ അണ്ടർ റൈറ്റിംഗ് ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ്, സ്ഥാപനത്തിൻ്റെ കമ്പനീസിൻ്റെ ഷെയർസും ഡിബഞ്ചേഴ്സും ഒക്കെ എന്ത് ചെയ്യുന്നു? സബ്സ്ക്രൈബ് ചെയ്യുന്നു. കമ്പനീസിൻ്റെ, ബിസിനസ് ഫേംസിൻ്റെ ഷെയർസും ഡിബഞ്ചേഴ്സും ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യുന്നു. അതുപോലെ അണ്ടർ റൈറ്റ് ചെയ്യുന്നു. അതുപോലെ ഡയറക്റ്റ് ഫിനാൻസ്, പ്രത്യക്ഷമായിക്കൊണ്ട് ഫിനാൻസ് ചെയ്യുന്നു ബിസിനസ്സിൽ. അതുപോലെ സോഫ്റ്റ് ലോണുകൾ കൊടുക്കുന്നു. അതുപോലെ ടെക്നിക്കൽ ഡെവലപ്മെൻറ്റ് ഫണ്ട് ലോൺ എന്ന് പറയുന്ന ലോൺ കൊടുക്കുന്നു. അതുപോലെ പ്രൊവൈഡ് ഫിനാൻഷ്യൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറുമായി ബന്ധപ്പെട്ട ഫിനാൻസ്, ക്യാപിറ്റൽ റേസ് ചെയ്യാൻ, അല്ലേ? ക്യാപിറ്റൽ അസറ്റ് പർച്ചേസ് ചെയ്യാൻ, അതുപോലെയുള്ള ഒരു സ്ഥാപനത്തിന്, ഒരു ബിസിനസ് ഫേമിന് ക്യാപിറ്റൽ അക്വയർ ചെയ്യാൻ വേണ്ടി വരുന്ന ചെലവുകളാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. എന്തൊക്കെയാണ്? ലാൻഡ്, പ്ലാന്റ്, മെഷീനറി, ഇതിനൊക്കെ വേണ്ടിയിട്ട് അത്തരത്തിലുള്ള ഇത് പർച്ചേസ് ചെയ്യാൻ, മെഷീനറീസ്, ടൂൾസ്, എക്യുപ്മെൻറ്റ്സ് ഒക്കെ പർച്ചേസ് ചെയ്യാൻ, പ്ലാന്റ് സെറ്റ് ചെയ്യാൻ, അതുപോലെ ലാൻഡ് പർച്ചേസ് ചെയ്യാൻ, ഇതിനൊക്കെ വേണ്ടിയിട്ട് വരുന്ന എക്സ്പെൻഡിച്ചറുകളാണ് ഇത്? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. അതിന് വേണ്ടിയിട്ടുള്ള ഫിനാൻസ്, അതിന് വേണ്ടിയിട്ടുള്ള പണം ആര് നൽകുന്നു? IDBI നൽകുന്നു. അതുപോലെ ലോങ് ടേം വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ്, ലോങ് ടേം ആയിട്ട് ദീർഘകാലത്തേക്കുള്ള പ്രവർത്തന മൂലധനം, ദീർഘകാലത്തേക്ക് പ്രവർത്തന മൂലധനം ഒരു സ്ഥാപനത്തിന് ആവശ്യമായിട്ട് വരും, ബിസിനസ് ഫേമിന് ആവശ്യമായിട്ട് വരും. അതിനൊക്കെ ഫിനാൻസ് ചെയ്യുക. അതിനൊക്കെ വേണ്ടിയിട്ട് ആരെ സമീപിക്കാം? ഈ പറയുന്ന IDBI സമീപിക്കാം. ആർക്ക്? ലാർജ് ആൻഡ് മീഡിയം ഫേംസിന്, ഇടത്തരം വലിയ സ്ഥാപനങ്ങൾക്കൊക്കെ എന്ത് ചെയ്യാം? ഇവരെ സമീപിക്കാം. ഇവർ പ്രത്യക്ഷമായിട്ട് നേരിട്ട് കൊണ്ട് സാമ്പത്തിക സഹായം ചെയ്യും. ഇനി പരോക്ഷമായിട്ട്, നേരിട്ടല്ലാതെ പരോക്ഷമായിട്ട്
സഹായം നൽകും ആർക്ക്? ടൈനി സ്മോൾ ഫേംസിന്. അതായത് പ്രത്യക്ഷമായിട്ടുള്ളതെന്ന് വെച്ചാൽ എങ്ങനെ? ഇവിടെ ഇടനിലക്കാരാരുമില്ല. ഈ IDBI എന്ന് പറയുന്ന ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യയും ബിസിനസ് ഫേമും നേരിട്ട് കൊണ്ട്, അതായത് IDBI നേരിട്ട് ബിസിനസ് സ്ഥാപനത്തിന് വായ്പകൾ, സാമ്പത്തിക സഹായങ്ങൾ നൽകുന്നു. ഇവിടെയോ ഇൻഡയറക്റ്റ് ആണ്. ഇൻഡയറക്റ്റ് എന്ന് വെച്ചാൽ അവിടെ ഒരു ഇന്റർമീഡിയറീസ് ഉണ്ട്. അതായത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു ബിസിനസ് ഫേം, ഒരു സ്മോൾ സ്കെയിൽ ബിസിനസ് ഫേം, ഒരു ചെറുകിട വ്യവസായ സ്ഥാപനം തൊട്ടടുത്തുള്ള ഒരു ബാങ്കിൽ നിന്നും വ്യാവസായിക വായ്പ എടുക്കുന്നു. ഓക്കെ, വ്യാവസായിക വായ്പ തൊട്ടടുത്ത ബാങ്കിൽ നിന്നാണ് എടുക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്തുള്ള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ നിന്നാണ് എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ സ്ഥാപനത്തിൽ എന്ത് ചെയ്തു? ആ സ്ഥാപനം ലോണ് കൊടുത്തു ഈ പറയുന്ന ബിസിനസ് ഫേമിന്. ഇനി ഇവർ കൊടുത്തല്ലോ, ഈ പറയുന്ന നമ്മുടെ നാട്ടിലുള്ള ബാങ്ക് കൊടുത്തല്ലോ അല്ലെ, ഇൻഡസ്ട്രിയൽ ഫേം എന്ത് ചെയ്തു? വ്യാവസായിക വായ്പ കൊടുത്തല്ലോ. അവർക്ക് ആ പണം ആര് കൊടുക്കുന്നു? IDBI കൊടുക്കുന്നു. അതാണ് ഇൻഡയറക്റ്റ് ഫിനാൻസിങ് എന്ന് പറയുന്നത്, റീഫിനാൻസിങ് എന്ന് പറയുന്നത്. അതായത് ഓൾറെഡി കൊടുത്ത വായ്പ കൊടുത്തതിന്റെ മുകളിൽ എന്ത് ചെയ്യുന്നു? റീഫിനാൻസിങ് ചെയ്യുകയാണ് ആര്? ഇവിടെ IDBI ചെയ്യുന്നത്. റീഫിനാൻസിങ് ഓൺ ഇൻഡസ്ട്രിയൽ ലോൺ ഓൺ സ്റ്റേറ്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻ. അതുപോലെ റീഡിസ്കൗണ്ടിങ് ഓഫ് ബിൽ, ട്രേഡ് ബില്ലുകൾ, നേരത്തെ ഡിസ്കൗണ്ട് ചെയ്തിട്ടുള്ള ട്രേഡ് ബില്ലുകളെ വീണ്ടും ഡിസ്കൗണ്ട് ചെയ്യുന്ന പ്രവൃത്തിയിൽ ആര് ഏർപ്പെടുന്നു? IDBI ഏർപ്പെടുന്നു. അതുപോലെ സീഡ് ക്യാപിറ്റൽ അസിസ്റ്റൻസ് എന്ന് പറയുന്ന ബിസിനസ്സിനെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഇനീഷ്യൽ സ്റ്റേജിൽ കൊടുക്കുന്ന സീഡ് ക്യാപിറ്റൽ അസിസ്റ്റൻസും കൊടുക്കുന്നു. അതുപോലെ ഉള്ളതാണ് IDBI ബാങ്ക്. ഇപ്പം നിലവിൽ IDBI എന്ന് പറയുന്ന ഒരു കൊമേഴ്ഷ്യൽ ബാങ്കാണ്, IDBI ബാങ്കാണുള്ളത്. IDBI ബാങ്കിൻ്റെ കീഴിൽ ഒരുപാട് സബ്സിഡിയറീസ് ഉണ്ട്. IDBI ഫിനാൻസിങ്, അതായത് ഹൗസിംഗ് ഫിനാൻസ്, IDBI ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് സർവീസ് ഉണ്ട്, IDBIയുടെ ഇൻഷുറൻസ് ഉണ്ട്, IDBI ഫെഡറൽ ഇൻഷുറൻസ്. ഫെഡറൽ ബാങ്കും IDBI ബാങ്കും കൂടി ചേർന്നിട്ടുള്ള ഇൻഷുറൻസ് പോളിസി, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇപ്പം എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് IDBIയെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്. ഈ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.